ഡിയർ സ്റ്റുഡൻസ്, ഇത് റിസർച്ച് ആൻഡ് സ്റ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മെജോറിറ്റി കുട്ടികൾക്ക് വളരെ ടഫാണ്. നമ്മൾ പഠിച്ചു വെക്കുന്ന തിയറിക്ക് ഉപരിയായിട്ട് അതിനകത്ത് നമ്മൾ എന്താണോ കൺസെപ്ഷൻ ബേസ്ഡ് മിസ്സാക്കുന്നത് അതിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇത് ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലൊരു ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തിരിക്കുന്നത്. കോറിലേഷൻ എന്ന് പറയുമ്പോൾ അത് 6 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അവിടെ സാധാരണ കൊടുക്കുന്നത് -1 to +1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അതിൻ്റെ ഇടയിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കോറിലേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആവുന്നത് എപ്പോഴും മൈനസ് വാല്യൂയിലേക്കും പ്ലസ് വാല്യൂയിലേക്കും അടുക്കുന്ന സമയത്താണ്. സാധാരണ ഈ കോറിലേഷൻ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ കുട്ടികളും പോസിറ്റീവ് കോറിലേഷനെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? കോറിലേഷൻ ഈ സ്ട്രോങ്ങസ്റ്റ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പം -1 ആണെങ്കിൽ അത് നെഗറ്റീവ്ലി വളരെ സ്ട്രോങ് ആയിട്ട് കോറിലേറ്റഡ് ആണ് എന്നർത്ഥം. പോസിറ്റീവ് 1 അല്ലെങ്കിൽ പോസിറ്റീവ് 1 എന്നാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ടും പോസിറ്റീവ്ലി സ്ട്രോങ്ങസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അത് രണ്ടും പറയാത്ത സ്ഥിതിക്ക് ഇതിൽ ഏത് വാല്യൂ ആണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ -1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിൽക്കുന്നിടത്തോളം നമുക്ക് അത് തന്നെ ആൻസർ ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ മനസ്സിൽ കാണുന്ന കൂട്ട് പോസിറ്റീവ് കോറിലേഷൻ അല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്, നെഗറ്റീവ് കോറിലേഷൻ ആണ്. അത് പക്ഷെ അതിന്റെ പീക്കിലാണ്, അതിന്റെ സ്ട്രോങ്ങസ്റ്റ് ലെവലിലാണ്. അതുകൊണ്ടാണ് -1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ പോസിറ്റീവ് കോറിലേഷൻ ആയിരുന്നെങ്കിൽ അത് +1 ആയിട്ട് വരുമായിരുന്നു. സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് -1 എന്ന് പറയുന്ന ആൻസറാണ്. ഇതിനെ കുറച്ച് ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കി തരാൻ പറ്റത്തുള്ളൂ. എങ്കിലും നിങ്ങൾക്കത് കാര്യം പിടികിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ -1 +1. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കോറിലേഷനും പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് കോറിലേഷനുമാണ് ഉദ്ദേശിക്കുന്നത്. സോ എക്സ്ട്രീം വാല്യൂസ് സ്ട്രോങ്ങസ്റ്റിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല, പകരം സ്ട്രോങ്ങസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന വാല്യൂ ഏതാണ് നോക്കുമ്പോൾ -1 ആണ്. സോ അത് റൈറ്റ് ആൻസർ ആണ്.